ട്രോയ് ചായ ശശി തരൂർ പതിവ് തെറ്റിച്ചില്ല. കോൺഗ്രസും പ്രതിപക്ഷ സഖ്യവും എല്ലാം ലോക്സഭയ്ക്ക് അകത്തും പുറത്തും എല്ലാം എതിർക്കുന്ന പുതിയ ഭരണഘടനാ ഭേദഗതി ബില്ലിനെയും അനുകൂലിക്കുകയാണ്. ഈ ബില്ലിന് എന്ത് പ്രശ്നമെന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. ഇതിനെന്തായിരിക്കും ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി വരിക? ഇതിന് പ്രശ്നം എന്താണെന്ന് ഒറ്റ വാക്കി പറഞ്ഞ് ശശി തരൂരിനെ ഈ കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. അതായത് പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരായിട്ട് അകത്തോ പുറത്തോ പോയി സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ പറയാം. നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും ചേർന്നെടുത്ത തീരുമാനമാണ് ഈ ഭരണഘടനയുടെ 130 ഭേദഗതി ബില്ലിനെ എതിർക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുവേണ്ടി അവർ കഴിഞ്ഞ 3 ദിവസമായിട്ട് പാർട്ടിയും മുന്നണിയും ഇന്ത്യ മുന്നണിയും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരായിട്ട് പുറത്ത് വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അത് അധികപ്പറ്റാണ്, അധിക പ്രസംഗമാണ്. അത് കോൺഗ്രസ് ടോളറേറ്റ് ചെയ്ത് ഇനിയും ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടു നടക്കാനാണ് തീരുമാനമെങ്കിൽ കോൺഗ്രസ്സുകാർ ഇതിനെ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്നത് ശശി തരൂർ പറയുന്നത് 30 ദിവസം ജയിലിൽ കിടന്ന പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാരെ ആരെയും പുറത്താക്കാം എന്നുള്ളതാണ് പുതിയ നിയമം. ഇതിലൊരു പ്രശ്നവും ഇല്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. അതാ പറഞ്ഞത്. ശശി തരൂരിന് അത് പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് സാധാരണഗതിയിൽ എന്താണ് ആൾക്കാരെല്ലാം ഭയത്തോടു കൂടി കാണുന്നത്. ഇതാരെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ അഴിമതിയുടെ പേരിൽ ഒരാളെ ജയിലിലിടുന്നതിലോ അതിനൊന്നും ആൾക്കാർക്കാർക്കും വിരോധമില്ല. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുന്നു. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആരെയാണ് പിടിക്കുന്നത്? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയാണ് തെരഞ്ഞു പിടിക്കുന്നത്. ബി ജെ പിക്കാരൊന്നും അത്ര വിശുദ്ധ പശുക്കളൊന്നും അല്ലല്ലോ. ബി ജെ പിക്കാരുടെ ഇടയിൽ അഴിമതിക്കാരുണ്ട്, അവർക്കെതിരെ ഒന്നും ഒരു നടപടിയുമില്ല. ഈ പ്രതിപക്ഷത്തിന് അപ്പുറത്ത് അതന്നെ ആ സാധാരണഗതിയിൽ അതിന് കോൺഗ്രസ്സുകാർ പറയുന്നൊരു ഭാഷയുണ്ടല്ലോ, വൈറ്റ് വാഷിംഗ് അല്ല വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് കോൺഗ്രസിൽ നിന്ന് എന്ത് അഴിമതി കാണിച്ചിട്ട് അപ്പുറത്തോട്ട് പോയാൽ അവരെ എല്ലാം വൈറ്റ് വാഷ് ചെയ്തെടുത്ത് അവിടെ പ്രതീക്ഷിച്ചു വെക്കുകയാണ്. അപ്പോൾ അതാണ് സംഭവം. പക്ഷേ ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബില്ലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇന്ന് സഭയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അങ്ങനെ ഒരു സാഹചര്യം 31ാമത്തെ ദിവസം ഒന്നിൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ ഗവർണർ ഇടപെട്ട് പുറത്താക്കുകയോ ചെയ്യണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അത് പറയുന്നുണ്ട് പ്രധാനമന്ത്രി മുതൽ മറ്റുള്ള മന്ത്രിമാരെ വരെ, സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെ വരെ ബാധകമാകുന്ന നിയമമാണ്. നമ്മൾ ഏതൊരു നിയമം വരുമ്പോഴും അത് ആർക്കാണ് പ്രസക്തമാകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇതേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അഴിമതിയില്ലേ? എത്രയോ അഴിമതികൾ അവിടെ പറയുന്നു. ഏതെങ്കിലും നടപടി കേസുണ്ടാകുന്നുണ്ടോ? ഒരു കേസുമില്ല. ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന ഇവിടുത്തെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എതിരെയൊക്കെ വരുന്നു, ഒരു നടപടിയുമില്ല. ഇവിടുത്തെ ഒരു ADGPക്ക് എതിരായിട്ട് ഇപ്പം വിജിലൻസ് കോടതിയിൽ നിന്ന് പരാമർശങ്ങൾ വന്നു. അതിനോടത്തിൽ തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുള്ള അദൃശ്യ ശക്തിയാണ്, അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്ത് നടപടിയാണ്? ഒരു നടപടിയില്ല. അപ്പോൾ ഇതാണ് പൊതുവെ കാണുന്ന. ആര് ഭരിക്കുന്നോ അവരുടെ കാലത്ത് നടക്കുന്ന അഴിമതിയെക്കുറിച്ചൊന്നും കാര്യമായ അന്വേഷണമില്ല. പക്ഷേ ഈ ബില്ലിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എതിർക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മൾ കാണുന്നത് എന്താണ്? പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥ, മാധ്യമങ്ങളില്ലാത്തൊരവസ്ഥ സ്വപ്നം കാണുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യൻ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ആരെയാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സംശയമുണ്ട്. അത് അങ്ങനെ അവരുടെ സംശയം പറയുന്നവരെ കുറ്റപ്പെടുത്താനും പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും കൂടെ ചേർന്ന് ഈ ബില്ലിനെ സഭയിൽ എതിർക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇപ്പോൾ അത് JPCക്ക് വിടാൻ പോകുന്നു എന്ന് പറയുന്നു, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുമെന്ന് പറയുന്നു. പക്ഷേ ശശി തരൂർ സ്വീകരിച്ച ഈ സമീപനം, അതായത് ഇന്നലെ വരെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡോ അല്ലെങ്കിൽ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയോ ഒക്കെ ചേർന്ന് അത് പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോയി അവരുടെ ഇന്ത്യ മുന്നണിയും കൂടെ സ്വീകരിച്ച തീരുമാനമാണ് ഈ ബില്ലിനെ സഭയിലും പുറത്തും എതിർക്കുക എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി ഇന്ന് സഭയിൽ സംസാരിച്ചവരൊക്കെ തന്നെ ബില്ലിനെ എതിർത്താണ് സംസാരിച്ചത്. നമ്മൾ കണ്ടത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെ KC വേണുഗോപാൽ, അതേപോലെ തന്നെ മനീഷ് തിവാരി, ഇങ്ങനെയുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെ ആ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത്. ശശി തരൂർ സഭയിൽ സംസാരിച്ചില്ല. പക്ഷേ ശശി തരൂർ പുറത്ത് വന്ന് NDTVക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത് ഞാൻ ഇതിനകത്തൊരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ ജയിപ്പിച്ചു വിട്ട പാർട്ടിയോടാണോ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്? നിങ്ങൾ അപ്പുറത്തേക്ക് അക്കരെപ്പച്ച കണ്ട് പോകാൻ നിൽക്കുന്ന പാർട്ടിയുടെ
അതിനോടാണോ നിങ്ങളെ താല്പര്യം എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ അത് വ്യക്തം. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അന്തസ്സായിട്ട് ഈ പാർട്ടിയിൽ ഞാൻ രാജിവെച്ചിട്ട് അപ്പുറത്തെ പാർട്ടിയിലോട്ട് പോയി ചേരുന്നു ഇല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ പറയാം. അല്ല, ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അതിൻ്റെ ചർച്ചയുടെ സമയത്ത് ഇതാണ് കണ്ടത്. കാരണം പ്രതിപക്ഷത്തുള്ളവർ സംസാരിക്കുമ്പോൾ ശശി തരൂർ മിണ്ടാതിരിക്കുകയാണെങ്കിലും അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ ആഞ്ഞ് കൈയടിക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഈ അഴകിയോനെ കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുന്ന ഒരു ആൾക്കാരുടെ സ്വഭാവമായിട്ടാണ് അതിനെ കാണുന്നത് ഇല്ലേ? നിങ്ങൾ ആരുടെ വോട്ട് വാങ്ങിച്ചാണ് നിങ്ങൾ ഈ പാർലമെന്റ് എന്ന് പറയുന്നിടത്ത് പോയിരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട്, അവരുടെ ആ പാർട്ടി കഷ്ടപ്പെട്ട് ആ പാർട്ടിയിലെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ പോയി. ഇപ്പോൾ BJP-കാരൻ ഒരാളാണ് ഈ കാണിക്കുന്നതെങ്കിലും അതിനോടും നമുക്ക് ഈ സമീപനം സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾ ആരുടെ പാർട്ടിയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ് പോയത്? ആ പാർട്ടി എടുത്തൊരു തീരുമാനത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് അതെന്ത് ജനാധിപത്യമാണ്? നിങ്ങളുടെ എന്ത് പാർട്ടി ബോധമാണ്? അല്ലെ നിങ്ങൾ എന്ത് വിശ്വ പൗരത്വത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? അത് ലോകത്തൊരു പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അതിന് മാത്രം ഒരു വലിയ ജനാധിപത്യ ലോകത്തൊരു ഒരു രാജ്യത്തെ ജനാധിപത്യ പാർട്ടിയിലും അങ്ങനെ ഒരു അവസ്ഥ കാണത്തുമില്ല. അതാരും ടോളറേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുമില്ല. അത് അസഹനീയമായ കാര്യമാണ്. അതേപോലെ തന്നെ ആ പാർട്ടിയോട് നിങ്ങൾ കാണിക്കുന്ന വഞ്ചനയാണ് ഇല്ലേ? നിങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ തന്ന നിങ്ങളുടെ പാർട്ടിയോടുള്ള അവരെ നിങ്ങൾ പുറംകാലിനടിക്കുകയാണ് ഇല്ലേ? അല്ലെ അവരെ നിങ്ങൾ ചതിക്കുകയാണ്. ഇതൊരു തരം ചതിയാണ്. നിങ്ങൾ നിൽക്കുന്ന പാർട്ടിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഓട്ടയിട്ട് കപ്പൽ മുക്കാൻ നോക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനകത്തൊരു ന്യായീകരണവുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ വിരുദ്ധമായ അഭിപ്രായം ഉണ്ടായിരുന്നു, ശരിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് നിങ്ങൾ എഴുതി കൊടുക്കണം, എനിക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ട്, ഞാൻ ഇതിനായിട്ട് പരസ്യമായി സംസാരിക്കുന്ന പാർട്ടിക്ക് എതിർപ്പുണ്ടോ ചോദിക്കാമല്ലോ. അങ്ങനെ ഒരു ചോദ്യമില്ലല്ലോ. ചോദ്യമില്ലാതാണ് പുറത്തിറങ്ങി വന്ന് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അത് അനുവദിക്കുമോ? ഈ ശശി തരൂർ ഡൽഹിയിൽ നിന്ന് ഈ സംസാരമൊക്കെ സംസാരിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പുള്ളി അധികം ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് വരാറില്ല. എന്നിട്ട് വന്നാൽ തന്നെ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് പറയുമെന്ന് പോലും പുള്ളി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, സാധാരണ കോൺഗ്രസ്സുകാർ ഇത് അംഗീകരിക്കുമെന്നാണോ അദ്ദേഹം കരുതുന്നത്? ഒരിക്കലും കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാരെ ഇപ്പോൾ ഏകദേശം അദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണല്ലോ. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്കൊരു പ്രസ്ഥാനത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുനിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അത് നിഷേധിച്ചിട്ടുമില്ല. അതിനത് ഒരു നിയന്ത്രണവുമില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഭരണകക്ഷിയായി BJP-ക്ക് അതിരിക്കുന്നതിൽ ഒരു 60% പേര് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മറ്റു പാർട്ടിയിൽ നിന്നും പോയ നേതാക്കന്മാരാണ്. അവിടെ ഇരിക്കുന്നവരിൽ അവർ 60% പേരും മറ്റ് സംസ്ഥാനങ്ങളിലുമല്ല. അപ്പോൾ ഇപ്പോൾ ആദ്യകാലങ്ങളിൽ എവിടെയായിരുന്നു? സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവരാണ് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിനകത്തുനിന്ന് ഒരു ഐഡിയോളജിയോട് എതിർപ്പ് തോന്നി വേറൊരിടത്തേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനെ ആരും നിയന്ത്രിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാലുമാറ്റ നിരോധന നിയമപ്രകാരം MP-മാരോ MLA-മാരോ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന് ഒന്നുകിൽ സ്ഥാനം രാജിവെച്ചിട്ടാണ്, അല്ലാതെ പോകുന്നതിനൊക്കെ കാലുമാറ്റ നിരോധന ബില്ല് ബാധകമാകും. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ പാർട്ടിയുമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ അന്തസ്സായ രീതിയിൽ നിങ്ങൾ അതിനകത്തുനിന്ന് രാജിവെച്ച് പുറത്തു പോയിട്ട് നിങ്ങൾക്ക് സ്വീകാര്യമെന്ന് തോന്നുന്ന ആ ആദർശത്തിനോട്, ആ ഐഡിയോളജിയോട് നിങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കണം. അതാണ് അന്തസ്സെന്ന് പറയുന്നത്. അത് ചെയ്യാതെ ഇതിനകത്ത് നിന്നുകൊണ്ട് ഈ ന്യായങ്ങൾ, ഞാൻ എന്തോ വലിയ കൂടിയ കക്ഷിയാണ്, ഞാൻ എന്തോ വലിയ വിശ്വപൗരനാണ്, ഞാൻ ലോകോത്തര നേതാവാണ് എന്നൊക്കെയുള്ള മട്ടിൽ സംസാരിക്കുന്നത് അത് ഒരു പാർട്ടിക്ക് ചേർന്നതാണോ, ഒരു പാർലമെൻ്ററി അംഗത്തിന് ചേർന്നതാണോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ആത്മാഭിമാനവും മാനവാഭിമാനവും ഒക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കടലാസ് എഴുതി കൊടുത്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്, അതാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അത് കോൺഗ്രസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ അതിനകത്ത് അങ്ങനൊരു കൂടുതൽ ദയാദാക്ഷിണ്യം കാണിച്ച് ഇങ്ങനെന്ത് വലിയ കക്ഷിയാണെന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ വിഴുപ്പുവാണം ചുമക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ മാർഗ്ഗമില്ല. അതാണ് ആ ഒരു അന്തസ്സാണ് ശശി തരൂർ കാണിക്കേണ്ടത്. ശശി തരൂർ ഒരു മികച്ച എഴുത്തുകാരൻ, പാർലമെൻറ്റേറിയൻ എന്നൊക്കെയുള്ള നിലയിൽ ശശി തരൂർ സ്വന്തം പാർട്ടിയെ ചതിക്കാതിരിക്കുക, അതിനോട് വഞ്ചന കാണിക്കാതിരിക്കുക. ആ പാർട്ടിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം ആ പാർട്ടിയുടെ ഐഡിയോളജിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പെരുമാറാനായിട്ടാണ്
പഠിക്കേണ്ടത്. അതല്ലാത്ത അങ്ങനെയുള്ള പാർലമെൻറ്റേറിയന്മാരൊക്കെ പിന്നെ പാർലമെൻറ്റ് കാണാതെ പോയ ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊക്കെ തന്നെ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് പതിവ്. അപ്പോൾ ശശി തരൂർ ഇനി ആ മട്ടിലേക്കാണോ പോകുന്നത് അതോ വേറെ എന്തെങ്കിലും ലെവലിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇത്രയും ജനാധിപത്യം ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് അതിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ തന്നെ നിരാകരിക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കാര്യം. ശശി തരൂരിൻ്റെ സൈലൻസ് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഈ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്ന ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ സംഭവമാണ് വോട്ട് ചോരി എന്നത്. ശശി തരൂർ അങ്ങനെ കാര്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ദിവസം ഒരു ചെറിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ശശി തരൂർ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന വിഷയങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി അംഗം, ഒരു പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിലൊക്കെ തന്നെ ശശി തരൂർ അതിനേക്കാളുപരി പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സമിതിയിലെ അംഗമാണ്, വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ പാർട്ടിയുടെ നിലപാടുകളെ നിരാകരിക്കുകയും അതിനെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള ഒരാളായതുകൊണ്ടാവാം, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കുറച്ചുകൂടെ മാന്യതയുള്ളൊരു നേതാവായതുകൊണ്ടാവാം ഇതൊക്കെ കണ്ടില്ല എന്ന് കേട്ട് കണ്ണടച്ച് വെക്കുന്നത്. പക്ഷേ അത് എത്ര നാൾ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ ഇത് നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കുമെന്നുള്ള അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ മനുഷ്യൻ കാണിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്ക് അത് തോന്നുന്നില്ലെങ്കിൽ അത് കോൺഗ്രസ്സുകാരുടെ തലവരെ എന്ന് വിചാരിക്കാനുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഇതിനെ ചുമക്കേണ്ടി വരും. ഇതേപോലുള്ള ഈ വർത്തമാനങ്ങൾ കേട്ട് മിണ്ടാതിരിക്കേണ്ടി സ്ഥിതി വരും. അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കെ മുരളീധരൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെടുത്ത് പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.